ശശി തരൂർ വല്ലപ്പോഴുമൊക്കെ സത്യം പറയും. ഇന്ന് അദ്ദേഹം പറഞ്ഞൊരു സത്യം വായിച്ച് ഞാൻ വല്ലാതെ ഞെട്ടിപ്പോയി. കാശ്മീരിൽ കോൺഗ്രസ് പാർട്ടി ബൂത്ത് പിടിച്ചിട്ടുണ്ട്, അങ്ങനെ തെരഞ്ഞെടുപ്പ് ജയിച്ചിട്ടുണ്ട് എന്നാണ് ശശി തരൂരിൻ്റെ കുറ്റസമ്മതമോ അല്ലെങ്കിൽ വെളിപ്പെടുത്തലോ ഒക്കെ വന്നിരിക്കുന്നത്. സത്യത്തിൽ ഷോക്കിംഗ് ഇല്ലേ? അതെ, 1987 അവിടുത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ബൂത്ത് പിടിച്ചാണ് കോൺഗ്രസ് ജയിച്ചത്. കോൺഗ്രസ് നാഷണൽ കോൺഫറൻസിൻ്റെ കൂടെ സഖ്യത്തിലായിരുന്നു അന്ന്. ഇത് ടിം സെബാസ്റ്റ്യനുമായിട്ടുള്ളൊരു 26 മിനിറ്റ് അഭിമുഖത്തിൽ ശശി തരൂർ നേരത്തെ പറഞ്ഞിരുന്നു. പറഞ്ഞിരുന്നു ഇപ്പോൾ ആനന്ദ് രംഗനാഥൻ വീണ്ടും എടുത്ത് ജനശ്രദ്ധയിലേക്ക് ഇടുകയാണ് ചെയ്തത്. അത് ഇട്ടത് എന്താന്ന് വെച്ചാൽ ഒമർ അബ്ദുള്ള ഇപ്പോൾ മത്സരിച്ചല്ലോ ബാരാമുള്ളയിൽ ഇപ്പോൾ 59%, 60% അടുത്ത് പോളിംഗ് വന്നു. പോളിംഗ് വന്നപ്പോൾ എന്താണ് പറയുന്നത്? ഈ ഒമർ അബ്ദുള്ള അത് 370 ആർട്ടിക്കിൾ 370 പിൻവലിച്ചതിലുള്ള പ്രതിഷേധം കൊണ്ടാണ് ഈ പോളിംഗ് കൂടിയത് എന്നാണ്. മോദി നന്ദി പറഞ്ഞു. മോദി നന്ദി പറഞ്ഞപ്പോഴാണ് ഒമർ അബ്ദുള്ള 40% മുൻ ഇലക്ഷനിൽ ഉണ്ടായിരുന്ന 59% ആക്കിയത് എന്നോടുള്ള സ്നേഹം കൊണ്ടാണ്, അതിന് ഞാൻ നന്ദി പറയുന്നു എന്നാണ് മോദി പറഞ്ഞത്. ഈ 1987 തെരഞ്ഞെടുപ്പിന് ശേഷം 12% വന്നിട്ടുള്ള തെരഞ്ഞെടുപ്പൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. അതെ അതെ. പക്ഷേ സത്യം എന്താണെന്ന് വെച്ചാൽ ഈ നാഷണൽ കോൺഫറൻസിൻ്റെ ലീഡർ സജ്ജാദ് ലോൺ ഇക്കഴിഞ്ഞ ഏപ്രിലിൽ തന്നെ പറഞ്ഞിരുന്നു, ഈ ആർട്ടിക്കിൾ 370 കാരണം കൊണ്ടല്ല ഇവിടെ തോക്കുകൾ വന്നത്, ഇവിടെ തീവ്രവാദം ഉണ്ടായത്. അത് 1987 തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് ബൂത്ത് പിടിച്ച് ജയിച്ചത് കൊണ്ടാണ്. കാരണം അങ്ങനെയാണ് ജനങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ വിശ്വാസം ഇല്ലാണ്ടായത്. പിന്നെ ഞാൻ ഓർക്കുന്നുണ്ട്, ആ സമയത്തൊക്കെ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് പത്രത്തിൽ വായിച്ചിട്ടുണ്ട്, പോളിംഗ് ബൂത്തിനും മുന്നിൽ VCR കൊണ്ടുവെക്കും തീവ്രവാദികൾ. വോട്ട് ചെയ്യാൻ വരുന്നവർക്ക് ഇതെടുത്തുകൊണ്ട് പോകാം. പക്ഷെ വോട്ട് ചെയ്യാനും വരത്തില്ല, വന്നവൻ വെടിയേറ്റ് മരിക്കും. അല്ല, ഞാനിപ്പോൾ ആലോചിക്കുന്നത്, നമ്മൾ സാധാരണ കേൾക്കാറുള്ളത് ഈ ബൂത്ത് പിടുത്തം എന്ന് പറയുന്നത് നമ്മൾ കേരളത്തിൽ ജീവിക്കുന്നുണ്ട്, കേരളത്തിലെ CPMൻ്റെ ഒരു കലാപരിപാടിയായിട്ടാണ് പൊതുവിൽ നമ്മൾ കാണാറുള്ളത്. അപ്പോൾ കോൺഗ്രസ് ഇതിൻ്റെ ആശാന്മാരാ അല്ലേ? വളരെ വളരെ 1987 കഥ മുഴുവൻ പറഞ്ഞാൽ ഷെയ്ഖ് അബ്ദുള്ള തടവിലായിരുന്നു ജയിലിൽ പണ്ട്. ആ തടവിലായിരുന്നപ്പോൾ ഒരു പ്ലെബിസൈറ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞൊരെണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ നാഷണൽ കോൺഫറൻസ് ഈ പുറത്ത് ആളൊന്നുമില്ലാതെ നേതാവ് തടവിലായിട്ടിരിക്കുമ്പോൾ ഈ നാഷണൽ കോൺഫറൻസിലെ കുറേ ആളുകൾ പ്ലെബിസൈറ്റ് ഫ്രണ്ടിൽ പോയി, കുറേ ആളുകൾ കോൺഗ്രസിലും പോയി. ഇന്ദിരാഗാന്ധി പോയിട്ട് ഈ ഷെയ്ഖ് അബ്ദുള്ളയെ കണ്ടിട്ട് ഒരു ഉടമ്പടി ഉണ്ടാക്കി, നിങ്ങൾ കോൺഗ്രസ്സിൽ ചേര്, നിങ്ങളെ ഞങ്ങൾ മുഖ്യമന്ത്രിയാക്കാം എന്ന് പറഞ്ഞിട്ട്. കുറച്ച് കാലത്തേക്ക് അദ്ദേഹം കോൺഗ്രസ്സിൽ ചേർന്നു. ഇന്ന് 1970s മുഖ്യമന്ത്രിയായി. 1977 ഈ ജനതാ പാർട്ടിയൊക്കെ അധികാരത്തിൽ വരുന്നുണ്ടല്ലോ, അപ്പോൾ ഷെയ്ഖ് അബ്ദുള്ള കോൺഗ്രസ് വിട്ടു. എന്നിട്ട് വീണ്ടും നാഷണൽ കോൺഫറൻസ് റിവൈവ് ചെയ്തു. എന്നിട്ട് ആ പാർട്ടിയുമായിട്ട് അദ്ദേഹം തെരഞ്ഞെടുപ്പ് ജയിച്ചു, മുഖ്യമന്ത്രിയായി. കോൺഗ്രസ് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങേരുടെ ഈ അളിയൻ GM ഷാ, ഓർക്കുന്നില്ലേ? GM ഷായെ മുഖ്യമന്ത്രിയാക്കിയിട്ട് ഈ ഷെയ്ഖ് അബ്ദുള്ളയെ അട്ടിമറിച്ചു. അതും ഒരു വൃത്തികേടാണ്. ഒരു മര്യാദയ്ക്ക് ഒരു പാർട്ടി അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നു, അതിനെ അട്ടിമറിച്ചിട്ട് കോൺഗ്രസിൻ്റെ ഒരു പാവ സർക്കാരിനെ ഉണ്ടാക്കുകയാണ് GM ഷായെ വെച്ചിട്ട്, ഷെയ്ഖ് അബ്ദുള്ളയെ അട്ടിമറിച്ചിട്ട്. അത് കഴിഞ്ഞ് രാജീവ് ഗാന്ധി അധികാരത്തിൽ, ഇന്ദിരയൊക്കെ മരിച്ച് രാജീവ് ഗാന്ധി അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഫറൂഖ് അബ്ദുള്ളയായിട്ടൊരു ഉടമ്പടി ഉണ്ടാക്കി. അങ്ങനെ 1986 ഫറൂഖ് അബ്ദുള്ളയെ, ഷെയ്ഖ് അബ്ദുള്ളയുടെ മകനെ മുഖ്യമന്ത്രിയാക്കി. 86. എന്നിട്ടാണ് 1987 ഈ ഫറൂഖ് അബ്ദുള്ളയുടെ നാഷണൽ കോൺഫറൻസുമായിട്ട് സഖ്യമുണ്ടാക്കിയിട്ട് ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. ആ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അവിടെ എന്താണെന്ന് വെച്ചാൽ മുസ്ലിം യുണൈറ്റഡ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് വേറൊരു കക്ഷി രൂപവൽക്കരിക്കപ്പെട്ടു. ആ കക്ഷി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിയമസഭ നടക്കേണ്ടതും ശരിയത്തനുസരിച്ചിട്ടാണ് എന്ന് പറയുന്ന ഒരു കക്ഷിയാണ് മുസ്ലിം യുണൈറ്റഡ് ഫ്രണ്ട്. അപ്പോൾ ആ മുസ്ലിം യുണൈറ്റഡ് ഫ്രണ്ടിനെ തോൽപ്പിക്കണം എന്ന് ഫറൂഖ് അബ്ദുള്ളയും കോൺഗ്രസ്, രാജീവ് ഗാന്ധി കൂടി തീരുമാനിച്ചിട്ടാണ് ഈ പരിപാടി ചെയ്യുന്നത്. ബൂത്ത് മുഴുവൻ പിടിച്ച് ഇതിനെ ഇങ്ങനെ ബൂത്ത് പിടിച്ച് ജയിച്ച ആ പരിപാടി ഉണ്ടല്ലോ, ഈ സഖ്യത്തിന്, അതിനെ
സ്റ്റെൻ വിഡ്മാൻ എന്ന് പറഞ്ഞ ആൾ കശ്മീർ ഇൻ കമ്പാരിറ്റീവ് പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ഇലക്ഷൻ കാർട്ടൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡ്രഗ് കാർട്ടൽ എന്നൊക്കെ പറയില്ലേ, മയക്കുമരുന്ന് കച്ചവടക്കാരും, അതുപോലത്തെ ഒരു കച്ചവടം നടത്തിയിരിക്കുകയാണ് ഇലക്ഷൻ കാർട്ടൽ. ഇതൊന്നും ലോകത്ത് കേട്ടുകേൾവികളല്ലാന്ന് അങ്ങേര് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇവർ ഈ മുസ്ലിം യുണൈറ്റഡ് ഫ്രണ്ടിന് ജമാഅത്തെ ഇസ്ലാമിയുടെ ബാക്കിംഗ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ ശരീഅത്തനുസരിച്ച് നിയമസഭ നടക്കണം എന്നൊക്കെ പറയുന്നത്. എന്നിട്ട് അവർ പറഞ്ഞിരുന്നു ഖുറാനിലെ നിയമങ്ങളാണ് തെരഞ്ഞെടുപ്പിലും നിയമസഭയിലും ഒക്കെ നടപ്പാക്കേണ്ടതെന്ന് ഈ മുസ്ലിം യുണൈറ്റഡ് ഫ്രണ്ട് പറഞ്ഞിരുന്നു. 1987 മാർച്ച് 23 നടന്ന ആ തെരഞ്ഞെടുപ്പുണ്ടല്ലോ, ഈ റിഗ് ചെയ്തെങ്കിലും അതിൽ 75% പോളിംഗ്. വലിയ പോളിംഗ് നടന്നൊരു ഇതാണ്. പക്ഷെ ബൂത്തൊക്കെ പിടിച്ച് അവർക്ക് വേണ്ടി ബാലറ്റ് പെട്ടിയ പേപ്പറാണ് മാറിപ്പോയിരുന്നു കുത്തി. അതിനുവേണ്ടിയായിരിക്കും ഇപ്പോഴും വീണ്ടും പഴയ പാരമ്പര്യം ഓർമ്മത്തിൻ്റെ ഓർമ്മയിലായിരിക്കും ഇപ്പോഴും വീണ്ടും EVM വേണ്ട, ബാലറ്റ് പേപ്പർ മതി, പിടിച്ചുകൊണ്ട് പോയി കുത്താലോ. അത് മാത്രമല്ല സാർ, ഇത് പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം, ഇന്ത്യയിൽ ജനാധിപത്യ വിരുദ്ധമായ എല്ലാ പ്രവണതകളും സംസ്ഥാന സർക്കാരുകളെ പിരിച്ചുവിടുന്നു, MLA-മാരെ വിലക്കെടുക്കുന്നു, കാലുമാറ്റം ഉണ്ടാക്കുന്നു. സുപ്രീം കോടതിയിൽ ജഡ്ജിമാരെ സൂപ്പർസീഡ് ചെയ്യൽ, അതെ, ഇതെല്ലാം ഇന്ത്യയിൽ തുടങ്ങി വെച്ചത് കോൺഗ്രസ്സാണ്. ഇപ്പോൾ BJP-യുടെ കയ്യിൽ നിന്ന് തിരിച്ചു കിട്ടുമ്പോൾ എന്തൊരു മോങ്ങലാണ്. BJP-യുടെ കാലത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഘട്ടം ഘട്ടമായിട്ട് ചെയ്യുന്നത് തന്നെ ഈ ബൂത്ത് പിടിച്ചം ഒഴിവാക്കാനാണ്. അല്ലെങ്കിൽ ബംഗാളിലൊക്കെ 7 ഘട്ടങ്ങളിൽ തെരഞ്ഞെടുപ്പ് ഈ ഒറ്റ ഘട്ടത്തിൽ അങ്ങ് തീർന്നു പോയാൽ പോരെ. അപ്പോൾ ഈ കോൺഗ്രസ് ആണ് ഈ എല്ലാ വൃത്തികേടുകളിലെയും. എന്നിട്ട് തരൂര് പറയുകയാണ് അതിനുശേഷം ഞങ്ങൾ ബൂത്തൊന്നും പിടിച്ചിട്ടില്ല, അത് തെറ്റായിപ്പോയി. പിന്നീടുള്ള തെരഞ്ഞെടുപ്പുകളിലൊക്കെ കശ്മീരിൽ രാജ്യാന്തര നിരീക്ഷകരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ ഞങ്ങൾ ബൂത്ത് പിടിച്ചതായിട്ട് ഭീകരര് പോലും പറഞ്ഞിട്ടില്ല എന്ന് ന്യായം പറയുന്നുണ്ട്. ആ ബൂത്ത് പിടുത്തത്തോടുകൂടി കാശ്മീർ ഭീകരരുടെ കയ്യിലായി. അതിപ്പോൾ ഭീകരരും പറയുന്നുണ്ടല്ലോ 370. 1950 ഈ സജ്ജാദ് ലോൺ പറഞ്ഞു 1950 മുതൽ തന്നെ ആർട്ടിക്കിൾ 370 ഇവിടെ ഉണ്ട്. അത് ഞങ്ങളതുമായിട്ട് ശീലിച്ച ആളുകളാണ്. അതെന്താണ് ഏതാണെന്നൊക്കെ ഉള്ളത് നമുക്ക് അറിയുകയും ചെയ്യാം. പക്ഷേ 1987 ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ വിശ്വാസം ഇവർ നഷ്ടപ്പെടുത്തി കോൺഗ്രസ്. അതുകൊണ്ട് ഞങ്ങൾ തോക്കെടുത്തു. തീവ്രവാദം ഈ അന്ന് വാലിയിൽ താഴ്വരയിൽ കശ്മീരിൽ 80% പോളിംഗ് ഉണ്ടായിരുന്നു. കോൺഗ്രസ്സിന് മറ്റേ നാഷണൽ കോൺഫറൻസിന് 40 സീറ്റും കോൺഗ്രസ്സിന് 26 സീറ്റും, മൊത്തം 76 സീറ്റ്. കോൺഗ്രസും ഈ ബൂത്ത് പിടിച്ചിട്ട് 76 സീറ്റ്. BJP-ക്ക് 2 സീറ്റ് ഉണ്ടായിരുന്നു. 87 2 സീറ്റ് ഉണ്ടായിരുന്നു. മുസ്ലിം യുണൈറ്റഡ് ഫ്രണ്ടിന് 4 സീറ്റേ കിട്ടിയുള്ളൂ. അവരുടെ സ്ഥാനാർത്ഥികളെയാണ് തോപ്പിച്ചത്. പക്ഷേ വേണമെങ്കിൽ നീതീകരിക്കാം, അതൊരു ഫണ്ടമെന്റലിസ്റ്റ് ഗ്രൂപ്പായതുകൊണ്ട് വേണമെങ്കിൽ ചെയ്തു എന്ന് പറയാം. എന്നാലും ബൂത്ത് പിടുത്തം തന്നെയാണ്. അതെ, പക്ഷെ ഫണ്ടമെന്റലിസ്റ്റുകൾക്ക് പിന്നീട് മേൽക്കൈ കിട്ടുകയാണല്ലോ ചെയ്തത്. അതെ, പാകിസ്ഥാന്റെ വെള്ളനിലമാകുകയല്ലേ ചെയ്തത് ആ സ്ഥലം, പുറത്തുനിന്നുള്ള ഭീകരത. അല്ല, ശശി തരൂർ ഇങ്ങനെ പറയാനുള്ള സാഹചര്യം എന്താണ്? അല്ല, ശശി തരൂർ അത് പറയാനുള്ള സാഹചര്യം എന്താണെന്നറിയാമോ? അത് ഞാൻ നോക്കി. പുള്ളി മഹത്തായ കാര്യങ്ങളൊക്കെ കശ്മീരിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ടിൻ സെബാസ്റ്റ്യൻ അങ്ങോട്ട് പറയാണ് ബട്ട് യു റിഗ് ദ പോൾസ് എന്ന് അങ്ങോട്ട് പറയാണ് ചോദ്യമായിട്ട്. പിടിക്കപ്പെടുകയാണ് ശശി തരൂർ. അപ്പോൾ യെസ് എന്ന് പറഞ്ഞിട്ട് സമ്മതിച്ചതാണ്. അല്ലെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് ടിം സെബാസ്റ്റ്യൻ പറയുന്നത് നമ്മൾ കേൾക്കുമല്ലോ അതിനെ സംബന്ധിച്ച്. എന്ന് പറഞ്ഞപ്പോൾ ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ പശ്ചാത്തലം മുഴുവൻ അതിലില്ലാതെ. അതെ. അല്ല, മറ്റൊന്നും കേട്ടിട്ടുണ്ട്. അതായത് ഇന്ത്യ തിളങ്ങുന്നു എന്ന് പറഞ്ഞ കാമ്പയിനുമായിട്ട് വന്ന 2ാം വാജ്പേയി സർക്കാർ അധികാരത്തിലെത്തുമെന്ന് ഉറപ്പായിരുന്നു. പക്ഷേ ആ സമയത്തും കോൺഗ്രസ് ബ്യൂറോക്രസിയിലുള്ള അവരുടെ സ്വാധീനം ഉപയോഗിച്ച് വ്യാപകമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ, ഇന്നത്തെ EVM അല്ല അന്നുണ്ടായില്ല, ആദ്യകാല ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ വലിയ തോതിൽ മാനിപ്പുലേഷൻ നടത്തി ഏതാണ്ട് 90ഓളം സീറ്റുകൾ BJP-യെ തോൽപ്പിച്ചു എന്നൊരു കഥ ഉണ്ട്, പലരും പറയുന്നുണ്ട്. അതിനുശേഷമാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ അടിമുടി മാറുകയും VVPAT സുപ്രീം കോടതി ഇടപെടലിന് ശേഷമാണ് വന്നത്. പക്ഷേ ടാമ്പർ ചെയ്യാൻ പറ്റില്ല, ടാമ്പർ ചെയ്താൽ മുഴുവൻ ഡാറ്റയും പോകും എന്ന തരത്തിലേക്കുള്ള പുതിയ വോട്ടിംഗ് മെഷീനിൽ വന്നത് വാജ്പേയി സർക്കാരിനെ കോൺഗ്രസ് വ്യാപകമായി ഉദ്യോഗസ്ഥരുടെയും മറ്റും സഹായത്തോടെ
ടാമ്പറിങ്ങിന്റെ അനുഭവം കൊണ്ടായിരിക്കും ഇപ്പോഴും മെഷീനെ പറ്റി രാഹുൽ ഗാന്ധിയൊക്കെ പറഞ്ഞു നടക്കുന്നത് പഴയ ഓർമ്മയാണ്. പക്ഷേ അതിനുശേഷം മെഷീൻ ആകെ അടിമുടി മാറി എന്നുള്ളത് രാഹുലിന് മനസ്സിലാവുന്നില്ല, ജയിക്കുന്നില്ല. മെഷീൻ അടിമുടി അന്നത്തെ മെഷീൻ അല്ല എന്ന് ഉപയോഗിക്കുന്നത്. അതാണല്ലോ ഇലക്ഷൻ കമ്മീഷൻ അത് പരസ്യമായി വെച്ചിട്ട് നിങ്ങൾ ചാലഞ്ച് വെച്ചത്, നിങ്ങൾ വന്ന് ഇതിനകത്ത് അട്ടിമറിക്കാൻ, ഇതിനെ എക്സ്റ്റേണൽ ആയിട്ട് എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ചെലുത്താൻ പറഞ്ഞപ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ അടുത്ത് ആരും പോയില്ല. ഈവൻ ഇപ്പോൾ 2 ആഴ്ച മുമ്പ് സുപ്രീം കോടതി EVM-നെതിരെ വന്ന പെറ്റീഷൻ തള്ളിയിട്ട് ഇത് നമ്മുടെ ജനാധിപത്യ പ്രക്രിയ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഹർജികളുമായിട്ട് വരുന്നത് എന്ന് പറഞ്ഞ് വലിയ ആക്ഷേപം ഉന്നയിക്കുകയും ചെയ്തു. അതെന്താണെന്ന് വെച്ചാൽ പ്രേക്ഷകർ നോക്കുമ്പോൾ ഈ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് എന്ന് പറഞ്ഞിട്ട് ഈ ത്രിലോചൻ ശാസ്ത്രിയുടെ ഒക്കെ ജനാധിപത്യത്തിന് വേണ്ടിയാന്നൊക്കെ വിചാരിക്കും. ജോർജ് സോറോസിന്റെ കൂടെ ഇരിക്കുന്ന ആളാണ്, ബ്രെട്ടൺ വുഡ് കമ്മിറ്റിയിൽ ഇരിക്കുന്ന ആളാണ് ഈ വേൾഡ് ബാങ്കിന്റെ ഒക്കെ ഈ ത്രിലോചൻ ശാസ്ത്രി. ജോർജ് സോറോസിന്റെ ഒരു പാവ, അയാളുടെ കാശ് കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്, എല്ലാം ചെയ്യുന്നത്. അങ്ങേര് തന്നെയാണ് മറ്റേ ഇത് ബോണ്ടില്ലേ, ബോണ്ടിന്റെ കേസ് കൊടുത്തതും ഈ ശാസ്ത്രി തന്നെയാണ്. അപ്പൊ അരാജകത്വം എങ്ങനെ വിതയ്ക്കാം, വോട്ടർമാരിൽ എങ്ങനെ സംശയം ഉണ്ടാക്കാം. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇവർ നടത്തിയ ഇത്തരം നീക്കങ്ങളുടെ ആകെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യയിൽ വളരെ ഫെയർ ആയിട്ടൊരു തെരഞ്ഞെടുപ്പ് നടക്കാതെ വരിക, വലിയ കലാപം ഉണ്ടാകുക ഒക്കെ വരുമ്പോൾ നമ്മുടെ രാജ്യത്ത് ഒരുപക്ഷെ ഒരു അടിയന്തരാവസ്ഥയൊക്കെ വരും. അങ്ങനെ ഒരുപക്ഷെ മോദി ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തു എന്നൊരു ഇമേജ് ഉണ്ടാക്കി പിന്നീട് അതിൻ്റെ മറവിൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വന്ന് ജയിക്കുക എന്നുള്ള അജണ്ടയായിരുന്നു. അതാണ് ഇപ്പോൾ പാളിപ്പോയത്. ഹൗ ഇന്ത്യ ബിക്കെയിം ഡെമോക്രാറ്റിക് എന്ന് പറഞ്ഞൊരു പുസ്തകം ഞാനിപ്പോൾ നോക്കുന്നുണ്ട്. നമ്മുടെ ആദ്യത്തെ 1952 തെരഞ്ഞെടുപ്പിന് വോട്ടർ പട്ടിക, ഈ രാജ്യത്തെ പൗരന്മാരെയൊക്കെ വോട്ടർമാരാക്കുന്ന ആ പ്രോസസ്സ് ഉണ്ടല്ലോ, അതിനെ സംബന്ധിച്ചിട്ടുള്ള ആദ്യത്തെ പുസ്തകമാണ്. ഇതൊരു അസൽ പുസ്തകമാണെന്ന് രാമേന്ദ്ര ഗുഹ പോലും പറഞ്ഞിട്ടുണ്ട് അതിനകത്ത്. അത് ഇസ്രയേലിലെ ഹൈഫ യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസർ ആണ്, സ്ത്രീയാണ്. ഇവിടെ വന്ന് ഇലക്ഷൻ കമ്മീഷനിലൊക്കെ ഓപ്പണായിട്ട് ഡാറ്റയൊക്കെ കളക്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് അവർ ഡാറ്റയൊക്കെ എടുത്തിട്ട് എഴുതിയിട്ടുള്ള പുസ്തകമാണ്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് വെറുതെ ഏതാനും ലക്ഷം പേര് മാത്രം വോട്ട് ചെയ്തിരുന്ന ഇന്ത്യയിലെ പൗരന്മാർക്കിടയിൽ ഈ 49% പേര് വോട്ടർമാരാക്കിയത് എങ്ങനെ? നമ്മൾ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ കാലത്ത് 1949 തന്നെ തുടങ്ങിയിരുന്നു വോട്ടർ പട്ടിക ഉണ്ടാക്കാൻ. പക്ഷെ ആ പുസ്തകത്തിലെ ഒരു അത്ഭുതം എന്താണെന്ന് വെച്ചാൽ 1948 തന്നെ തിരുവിതാംകൂറിൽ വോട്ടർ പട്ടികയൊക്കെ ഉണ്ടാക്കിയിട്ട് പ്രായപൂർത്തി വോട്ടവകാശം നടപ്പാക്കിയിരുന്നു. അപ്പോൾ ഓരോ സംസ്ഥാനത്തും എങ്ങനെയാണ് നടപ്പാക്കിയതെന്ന് ഇലക്ഷൻ കമ്മീഷൻ ചോദിക്കുമ്പോൾ തിരുവിതാംകൂറിൽ നിന്ന് 6 പേജ് ഇത് ഞങ്ങൾ എങ്ങനെയാണ് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് അയച്ചു കൊടുത്തു. അതാണ് പിന്നെ മാതൃകയായിട്ട് ആ കടലാസിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഇങ്ങനെ ചെയ്യൂ. ഇന്ത്യയിലെ ജനാധിപത്യം ഒരു വലിയ മാതൃകയാണ്. നമ്മൾ ഈ സംസാരിക്കുന്നുണ്ട് 2-3 ദിവസം മുമ്പ് അമേരിക്കയുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ജോൺ കെറി ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിരുന്നു. അത് നമ്മുടെ മലയാള പത്രങ്ങളൊന്നും വലിയ പ്രാധാന്യം കൊടുത്തില്ല, കാരണം അത് മോദിക്കൊരു പ്രാമുഖ്യം കിട്ടുന്നതാണ്. കാരണം 90 കോടിയോളം ജനങ്ങൾ, വോട്ടർമാർ, 10 ലക്ഷത്തോളം ബൂത്തുകൾ, അവർ ഇന്ത്യയിൽ ഒരു അതിദീർഘമായ ഒരു എലക്ഷൻ പ്രോസസ്സിലൂടെ കടന്നു പോകുന്നു. ഇത് ലോക ജനാധിപത്യത്തിന് മാതൃകയാണ് എന്ന് പറഞ്ഞ് അമേരിക്കൻ ദേശീയ സുരക്ഷാ അഡ്വൈസർ നമ്മുടെ അജിത് ഡോവലിനെ പോലെ ഇരിക്കുന്ന ജോൺ കെറി പരസ്യമായി അഭിനന്ദിക്കുകയുണ്ടായി. നമ്മുടെ പത്രങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തില്ല. അപ്പോൾ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ എന്ന് പറയുന്നത് ലോകത്തിന് തന്നെ മാതൃകയായ ഏറ്റവും മഹത്തായ ഒരു പ്രക്രിയയാണ്. സുപ്രീം കോടതി പറഞ്ഞില്ലേ ഈ ജർമ്മനിയിൽ 6 കോടിയേ ഉള്ളൂ, ബംഗാളിലെ ജനസംഖ്യ അത്രയേ ഉള്ളൂ, ദീപാങ്കർ ദത്ത പറഞ്ഞു. എന്നിട്ട് അവരൊക്കെയാണ് അപലപിക്കുന്നത് നമ്മുടെ തെരഞ്ഞെടുപ്പിനെയൊക്കെ. അതെ. അപ്പോൾ അങ്ങനെ വലിയൊരു മഹത്തായ പ്രക്രിയയാണ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിനെ അപകീർത്തിപ്പെടുത്താൻ ആളുകൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴാണ് ഈ ഇന്ത്യയിലെ ജനാധിപത്യ സംവിധാനത്തെ ആകെ കളങ്കിതമാക്കുന്ന തരത്തിൽ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്ന പാർട്ടി ഇനി ഭരണത്തിൽ ഏറണമെന്ന് ആഗ്രഹിക്കുന്ന പാർട്ടിയുടെ വർക്കിംഗ് കമ്മിറ്റി അംഗമായ ശശി തരൂർ ഞങ്ങൾ കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ച് ജയിച്ചിട്ടുണ്ട് എന്ന് തുറന്ന് സമ്മതിക്കേണ്ടി വരുന്നത് എന്തൊരു ഗതികേടാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.